إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മെ ഏറെ സ്നേഹിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമ വിധിവിലക്കുകൾ സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികളായ നാം ഓരോരുത്തരും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ആയുസ്. നമ്മുടെ ആയുസ്സിനെ കുറിച്ച് സ്വർഗം നേടിയെടുക്കാനുള്ള മൂല്യവത്തായ കർമ്മങ്ങളാൽ നിറക്കപ്പെടേണ്ട മനോഹരമായ ഒരു കലവറയാണ് നമ്മുടെ ആയുസ് എന്നുള്ളത്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, അത്യാവശ്യ ഘട്ടങ്ങളിൽ പണമെടുക്കാൻ വേണ്ടി ബാങ്കിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ മതിയായ ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ചില കാര്യങ്ങൾ മുടങ്ങുമ്പോൾ നമുക്ക് പലപ്പോഴും പ്രയാസം തോന്നാറുണ്ട്. ഒന്ന് അധ്വാനിച്ച് കുറച്ച് പൈസ ബാങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഈ ഒരു സമയത്ത് മറ്റുള്ളവരോട് ചോദിക്കേണ്ട ഒരു ആവശ്യം വരില്ലായിരുന്നു. പലപ്പോഴും നമുക്ക് പ്രയാസം തോന്നാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിൽ വിചാരണയുടെ നാളിൽ നന്മയുടെ ഏടുകൾ, ആ ഏടുകളിൽ മതിയായ കർമ്മങ്ങളില്ലാത്തതിൻ്റെ പേരിൽ സ്വർഗം നഷ്ടപ്പെടുമെന്ന ഭീകരമായൊരവസ്ഥ അഭിമുഖീകരിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കും. നമുക്ക് തോന്നും, അല്ലെ, 60 വയസ്സ് വരെ അല്ലെങ്കിൽ 40, 50, 80 വയസ്സ് വരെ ഞാൻ ജീവിച്ചിട്ട് ഇവിടെ രക്ഷപ്പെടാനുള്ള കർമ്മങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ, കഴിഞ്ഞില്ലല്ലോ. വല്ലാത്തൊരു ചിന്തയാണ്, ഒരിക്കലും തിരുത്താൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് സ്വർഗം നേടാനുള്ള കർമ്മങ്ങളുടെ കലവറയായി നമ്മുടെ ആയുസ് മാറണം. അതാണ് വിശ്വാസിയുടെ ആയുസ്. എത്ര ചെറുതാണെങ്കിലും ശരി, പരലോകത്ത് നമ്മൾ ചെയ്തത് അതുണ്ടാവും. നന്മയാണെങ്കിലും ശരി, തിന്മയാണെങ്കിലും ശരി. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. നമുക്കെല്ലാവർക്കും അറിയുന്ന, ആശയം അറിയുന്ന ആയത്താണ്, കാണാതെ അറിയുന്ന ആയത്താണ്.
എത്ര ചെറുതാണെങ്കിലും അണുതൂക്കമാണെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരലോകത്ത് കാണും, അനുഭവിക്കും, അതിൻ്റെ ഗുണം ലഭിക്കും. അത് തിന്മയാണെങ്കിലും ശരി. അപ്പോൾ നന്മയും തിന്മയും ഒക്കെ നിസ്സാരമായി തള്ളേണ്ട ഒന്നല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നന്മയായിക്കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി താല്പര്യത്തോടു കൂടി എന്ത് ചെയ്താലും അത് പരലോകത്തുണ്ടാവും. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ പറ്റും. നന്മയായിക്കൊണ്ട് മുൻകൂട്ടി ഓരോരുത്തർക്കും വേണ്ടി നന്മയായിക്കൊണ്ട് ചെയ്തു വെച്ചത് തജിദൂഹു ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ അത് കാണും. അത് നഷ്ടപ്പെട്ടു പോകില്ല നമുക്ക്. ഇവിടെ പലപ്പോഴും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. നമ്മുടെ അധ്വാനങ്ങൾ ഫലപ്പെടാതെ വന്നേക്കാം. നമുക്ക് അവകാശപ്പെട്ടത് ചിലപ്പോൾ കിട്ടാതെ പോയേക്കാം. പക്ഷെ പരലോകത്ത് അത് ഉണ്ടാവില്ല. നമുക്ക് അവകാശപ്പെട്ടത് കിട്ടുക തന്നെ ചെയ്യും. ഒരിക്കലും നമുക്ക് അവകാശപ്പെട്ടത്, അർഹതപ്പെട്ടത് കിട്ടാതെ പോകില്ല സഹോദരങ്ങൾ. അത് തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ളത് എത്ര ചെറുതാണെങ്കിലും കിട്ടും. ഓരോ ദിവസങ്ങളും നമ്മിൽ നിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുക. നന്മകളിലേക്ക് മുന്നേറാൻ വേണ്ടി, അള്ളാഹുവിനെ കൂടുതൽ നന്ദി ചെയ്യാനും വേണ്ടി പ്രതിഫലങ്ങൾ ധന്യമാക്കപ്പെട്ട ഒരുപാട് സമയങ്ങളും ദിവസങ്ങളും മാസങ്ങളും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനാണ് നമുക്ക് ചിന്തിക്കാനാണ് ദിവസങ്ങളും മാസങ്ങളും മാറി മാറി പോകുന്നത്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫ, പകലിനെയും രാവിലെയും മാറി മറിയുന്നതാക്കിയവൻ അവനാണ്. എന്തിനു വേണ്ടിയാണ്? ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ, നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നന്ദി കാണിക്കാൻ, ഉറ്റാലോചിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആലോചിക്കാൻ, ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് രാവിനെയും പകലിനെയും അള്ളാഹു മാറ്റിയത്. മാറി മാറി മറിയുന്നവനാക്കിയ അള്ളാഹുവാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാസങ്ങളും ദിവസങ്ങളും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ശ്രദ്ധ നമുക്കുണ്ടാവണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്, ശഅബാൻ മാസത്തിലേക്ക്. ഇന്ന് റജബ് 30 ഇന്നലെ മാസപ്പിറവി കാണാത്തത് നിമിത്തം ഇന്ന് റജബ് 30 പൂർത്തിയാക്കുകയും കേരളത്തിൽ നാളെ ശഅബാൻ 1 ആരംഭിക്കുകയുമാണ്. ശഅബാൻ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഒരുപാട് പണ്ഡിത വചനങ്ങളിൽ, മഹത്തുക്കളുടെ വചനങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും. ശഅബാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ട ഒരു മാസമാണ്. അതിന് കാരണങ്ങളുണ്ട് അല്ലേ? സലമത്ത് ബിൻ കുഹൈൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, കാന യഖൂലു ശഹ്റു ശഅബാൻ ശഅറുൽ ഖുർആ, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുടെ മാസമാണ്, അതിന് സെലക്ട് ചെയ്യുന്ന ഒരു പ്രത്യേകമായ മാസമാണെന്ന് ചിലർ പറയാം. അംർ ഇബ്നു ഖൈസ് അൽ മുല്ലായി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഇദാ ദഖല ശഅബൻ അഗ്ലഖ ഹനൂതഹു തഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ. അദ്ദേഹം ശഅബാൻ മാസമായാൽ അദ്ദേഹത്തിന്റെ കട അടച്ചിടും. കട പൂർണ്ണമായും അടച്ചിട്ട് ഖുർആൻ പാരായണത്തിനായി അദ്ദേഹം മാറിയിരിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ആ മാസത്തിന് പ്രത്യേകതകളുണ്ട് സഹോദരങ്ങളെ. അബൂബക്കർ അൽ ബൽഖി റഹിമഹുല്ല പറയുന്ന വാചകം നമുക്ക് കാണാൻ സാധിക്കും, ഷഹ്റു റജബ് ഷഹ്റു സർഅ. ഇപ്പൊ റജബിലാണ് നമ്മൾ, റജബിന്റെ അവസാനത്തെ ദിവസത്തിലാണുള്ളത്. റജബ് മാസം എന്ന് പറയുന്നത് കൃഷി ചെയ്യാനുള്ള മാസമാണ്. ഷഹ്റു ശഅബാൻ ഷഹ്റു സഖിയു സർഅ, ശഅബാൻ മാസം ആ കൃഷി നനച്ചു വളർത്താനുള്ളതാണ്. ഷഹ്റു റമളാൻ ഷഹ്റു ഹസാദ് സർഅ, റമളാൻ ആ കൃഷി കൊയ്തെടുക്കുന്ന മാസമാണ്. ആലങ്കാരികമായി പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും ചിന്തിക്കാനും വേണ്ടിയാണ്. റജബും അല്ലേ പവിത്രമാക്കപ്പെട്ട മാസമാണ്. ശഅബാനും റമളാനും വളരെ ശ്രദ്ധിക്കേണ്ട മാസങ്ങളാണ്. നമുക്ക് വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റിയ മാസങ്ങളാണ്. പരലോകത്തേക്ക് വേണ്ടി നല്ല സമ്പാദ്യം ഒരുക്കി വെക്കാൻ പറ്റിയ അവസരമാണ് എന്നുള്ളത് ഈ വചനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധ റമളാനിന് വേണ്ടി 2 മാസം മുമ്പേ അവരെല്ലാവരും മാനസികമായും ശാരീരികമായും ഒരുങ്ങിയിരുന്നു എന്ന് ഈ വാക്കുകളിലുണ്ട്, നമുക്ക് കാണാൻ പറ്റും. പ്രാമാണികമായി അതിൽ ശ്രദ്ധിക്കേണ്ട വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി ആദ്യം നമ്മൾ മനസ്സിലാക്കിയാണ്. പ്രമാണത്തിൽ വന്നത് എന്താണ്, എന്നാൽ ഇല്ലാത്തത് നമ്മുടെ നാട്ടിലെ നടക്കുന്നത് എന്തൊക്കെയാണ്, ഇതൊന്നും നമ്മൾ പരിശോധിക്കേണ്ടത്. ആദ്യം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? സൽക്കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ്. ഒരു വർഷത്തിൽ ഒരു മാസമാണ് സൽക്കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നത്. വ്യത്യസ്ത രീതിയിലുണ്ട്, 3 രൂപത്തിലുണ്ട്. അതിൽ വർഷത്തിൽ കർമ്മങ്ങളൊക്കെ അള്ളാഹുലേക്ക് ഉയർത്തുന്നത് ഈ മാസത്തിലാണ്. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ആ മാസം, ഈ ശഅബാൻ മാസത്തെക്കുറിച്ച് പറയാണ്, നാളെ ആരംഭിക്കുന്ന ശഅബാൻ മാസത്തെക്കുറിച്ച് പറയാണ്. ആ മാസം അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാകുന്നു. 3 രൂപത്തിലാണ് അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, എല്ലാ ദിവസവും ഒരിക്കൽ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത്. അതെങ്ങനെയാണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ വ അമലുൻ നഹാരി ഖബ്ല അമലുൽ ലൈൽ. രാത്രിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് പകലിലെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. പകലിലെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ അവസാനത്തിൽ രാത്രിയുടെ തൊട്ടു മുമ്പായി അല്ലാഹുവിലേക്ക് പകലിലെ പ്രവർത്തനങ്ങളും ഉയർത്തപ്പെടും എന്നതാണ്. രണ്ടാമത്, എല്ലാ ആഴ്ചകളിലും ഓരോ ആഴ്ചകളിലും 2 തവണ അല്ലാഹുവിങ്കൽ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുമെന്ന് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി. എന്താണ്? തുഅറദുൽ അഅമാലു അലല്ലാഹി യൗമൽ ഇസ്നൈൻ വൽ ഖമീസ് ഫഉഹിബ്ബു അൻ യുഅറദ അമലി വ അന സ്വായിമുൻ. ആഴ്ചയിൽ 2 ദിവസം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും അല്ലാഹുവിങ്കലേക്ക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം ഫഉഹിബ്ബു അൻ യുഅറദ അമലി വ അന സ്വായിം. ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കണമെന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് നമുക്ക് സുന്നത്താക്കപ്പെട്ടത്. നോമ്പ് അങ്ങനെ സുന്നത്താക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഈ 2 ദിവസം പ്രധാനപ്പെട്ട ദിവസമാണ്. അന്ന് അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. ഹദീസിൽ വന്ന ഒന്ന് ഈ രീതിയിലാണ്. മറ്റൊന്ന്, തിങ്കളാഴ്ചയെക്കുറിച്ച് മറ്റൊരു റിപ്പോർട്ട് കൂടിയുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നതിനും മറ്റൊരു റിപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ 2 രീതിയിലും കാണാൻ പറ്റും. അപ്പോൾ തിങ്കളും വ്യാഴവും നോമ്പുണ്ടാവാനുള്ള ഒരു കാരണം ഈ അമലുകൾ അല്ലാഹുവിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നത്. മൂന്നാമത്തേത് വർഷത്തിലൊരിക്കലാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം അമലുകളെല്ലാം അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും അത് പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്. അതെങ്ങനെയാണ്? വഹുവ ശഹറുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ ഫഉഹിബ്ബു അൻ തുർഫഅ അമലി വ അന സ്വായിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വർഷത്തിൽ ഒരിക്കൽ അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടും. അത് ഈ മാസത്തിലാണ്, ശഅബാൻ മാസത്തിലാണ്. എന്നിട്ട് പറയാണ്, അവിടെയും പറഞ്ഞു ഫഉഹിബ്ബു അൻ തുർഫഅ അമലി വ അന സ്വായിം. ഞാൻ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ നോമ്പുകാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് ശഅബാൻ മാസത്തിൻ്റെ പ്രത്യേകത. ധാരാളം നോമ്പ് നോറ്റിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. ഉമ്മുൽ മുഅ്മിനീൻ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാലത്ത് ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്സറ മിൻ ശഅബാൻ ഫഇന്നഹു കാന യസൂമു ശഅബാൻ കുല്ലഹു. ശഅബാനിൽ നോമ്പെടുത്ത അത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു മാസത്തിൽ നോമ്പെടുത്തില്ല. റമളാനെ കൂടാതെയാണ് പറയുന്നത്. റമളാനിൽ പിന്നെ നിർബന്ധമാണല്ലോ. മറ്റു മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് ശഅബാനിലായിരുന്നു. മുഴുവൻ എന്ന് പറയാൻ പറ്റുന്ന അത്രയും എടുത്തിരുന്നു. പൂർണ്ണമായി നോമ്പ് വെച്ചിട്ടില്ല. പക്ഷേ മുഴുവൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഭൂരിഭാഗവും എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത് എന്ന് വിശദീകരണത്തിൽ നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ പറ്റും, വളരെ കുറച്ച് ദിവസങ്ങൾ ഒഴികെ ശഅബാൻ മുഴുവനായും അദ്ദേഹം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം അത്രയും പ്രാധാന്യത്തോടു കൂടി നോമ്പെടുത്തിരുന്ന മാസമായിരുന്നു. ഇമാം നവവി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ബയാന അന്ന ഖൗലഹ കുല്ലഹു, അല്ലേ? മാസം മുഴുവൻ എന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് പറയുന്നത് ഐ ഗാലിബഹു, അതായത് ഭൂരിപക്ഷം എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് എന്ന് ഇതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശഅബാൻ പകുതിയിലെ രാത്രിയിൽ 15ന്റെ രാവിൽ അള്ളാഹു പാപമോചനം നൽകുന്നു എന്നൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ ലയത്വലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിൻ. 2 ആളെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ അള്ളാഹു ആ രാവിൽ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. 2 ആളെ ഇന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അതാരാണ് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇല്ലാ ലിമുശ്രിക്കിൻ മുശാഹിൻ, ഒന്ന് മുശ്രിക്കാണ്, ഒന്ന് മുശാഹിനാണ്. ആരാ മുശാഹിൻ? ഇമാം ഇബ്നു അസീർ റഹ്മഹുല്ലാഹ് പറയാണ്, അൽ മുശാഹിന് ഹുവൽ അൽ മുആദി, ശത്രുതയും പകയും മനസ്സിനുള്ളവൻ. ഒന്ന് ആലോചിച്ച് നോക്കണേ, നമ്മൾ ശരിക്കും ആലോചിക്കണം. ആരോടെങ്കിലും ശത്രുതയും പകയും വെറുപ്പും മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ അമലുകൾ പോലും സ്വീകരിക്കാതെ അവിടെ വെക്കുമെന്നുള്ളതാണ്. അതേപോലെ ഇവിടെ പാപമോചനം അള്ളാഹു നൽകുന്ന സമയത്ത് ഇവരുടേത് തൽക്കാലം മാറ്റിവെക്കുമെന്നുള്ളതാണ്. വേറെയും വിശദീകരണം നമ്മൾ കാണാൻ പറ്റും. അറാദ അൽ മുശാഹിൻ ഹാഹുന സാഹിബൽ ബിദ്അത്തി അൽ മുഫാരിഖ് ലിൽ ജമാഅത്തിൽ ഉമ്മ. മുസ്ലിം സമുദായത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവരും, അല്ലേ, സമുദായത്തോട് അടഞ്ഞു നിൽക്കുന്ന ചില ആളുകളുണ്ട്. എപ്പോഴും സമുദായത്തിന് ശല്യമായി നിൽക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലുള്ള ചില ആളുകൾ എപ്പോഴും ദ്രോഹമായിരിക്കും. അതേപോലെ ബിദ്അത്തിന്റെ ആളുകളും ഇവരാണ് ഈ മുശാഹിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന മറ്റൊരു വിശദീകരണവും നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്പരം പകയിലും വിദ്വേഷത്തിലും കഴിയുന്നവരെ അത് ഉപേക്ഷിക്കുന്നതുവരെ പരിഗണിക്കാതെ അള്ളാഹു മാറ്റിവെക്കുമെന്ന് സ്വഹീഹുൽ ജാമിയിൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തും. മനസ്സിൽ വെറുപ്പും പകയും ആരോടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കാതെ നമ്മൾ അമലുകൾ ചെയ്തിട്ട് യാതൊരു ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് യാതൊരു നേട്ടം ഉണ്ടാകും. നമ്മുടെ മനസ്സിന് അസ്വസ്ഥത കൂടാന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് കിട്ടാനില്ല എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക.
ഇനി അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം, ഇതൊക്കെയാണ് പ്രാമാണികമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ കേട്ട് പോവുക എന്നതിനപ്പുറം അല്ലേ, ഒരു ഖുത്ബ കേൾക്കുക അല്ലെങ്കിൽ ഒരു സംസാരം കേട്ട് നോമ്പ് നോൽക്കണം, ഷാബാന് എല്ലാ പ്രാവശ്യവും കേൾക്കുന്നത് പോലെ കേൾക്കുക എന്നതിന് പകരമായിക്കൊണ്ട് എന്ത് ചെയ്യണം, കുറച്ച് നോമ്പ് അധികമായി നോൽക്കണം അല്ലേ, കുറച്ച് നോമ്പെടുത്ത് കുടുംബത്തോടൊപ്പം എല്ലാവരും നോമ്പെടുത്ത് ഇതിനൊരു പ്രാധാന്യം കൊടുക്കും. ഒരുപാട് തിന്മകളിൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റും. ഈ നോമ്പിൻ്റെ ഒരു ഗുണതാണ്. നോമ്പ് നോക്കുന്നതോടുകൂടി, നോമ്പ് പിടിക്കുന്നതോടുകൂടി നമുക്ക് ഒരുപാട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും കുറച്ച് ക്ഷമയും കിട്ടും. നോമ്പിൻ്റെ പ്രത്യേകത അതാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ വല്ലാത്തൊരു ആയാസം കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യുക, റമളാൻ്റെ മുമ്പ് തന്നെ നമ്മളൊന്ന് ഒരുങ്ങുക. അപ്പോൾ റമളാനിലേക്ക് എത്തുമ്പോൾ നമുക്ക് വലിയൊരു പ്രയാസം തോന്നൂല. തുടക്കത്തിൽ തന്നെ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ ശീലമായി നമുക്ക് റമളാനിൽ കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പമായി കിട്ടും അല്ലേ. സാധാരണ ഉണ്ടാവാറുള്ള റമളാനിലൊക്കെ നോമ്പൊക്കെ എടുത്ത് തുടക്കത്തിലെ കുറച്ച് പ്രയാസം ഉണ്ടാവും. പിന്നെ അതിങ്ങനെ ശീലമായി ഇങ്ങനെ നമുക്ക് എളുപ്പമായി വരുമ്പോഴേക്കും എന്ത് ചെയ്യും, റമളാൻ അങ്ങോട്ട് തീരും. അങ്ങനെ ഉണ്ടാവാറ്. അപ്പോൾ റമളാനിന് വേണ്ടി നമ്മൾ ഇപ്പോൾ തന്നെ ഒരുങ്ങുക അല്ലേ. അത് വല്ലാത്തൊരു അവസരമാണ് നമുക്ക്, അത് നഷ്ടപ്പെടുത്തരുത് നമ്മൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഉറച്ച തീരുമാനം എടുക്കണം. പരമാവധി കഴിയുന്ന അത്രയും നോമ്പുകൾ നമ്മൾ എന്ത് ചെയ്യുക, അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ആകുമ്പോൾ അത് കൂടുതൽ സൗകര്യമായി. അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം. വെറുതെ കേട്ടിങ്ങനെ പോകുന്നതിന് പകരം കഴിയുന്ന അത്രയെങ്കിലും നമ്മൾ ശ്രമിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താം. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഷാബാനിലുള്ള ഒരുപാട് അനാചാരങ്ങൾ നമ്മുടെ നാട്ടിൽ എല്ലാത്തിലും പിശാചിൻ്റെ പണി അതാണല്ലോ. പിശാചിൻ്റെ പണി എങ്ങനെ മനുഷ്യന്മാരെ തെറ്റിക്കാം എന്നുള്ളത്. അതുകൊണ്ട് എവിടെയും ഇടപെട്ട് തെറ്റിക്കാൻ പറ്റും. ഈ നന്മയുടെ വിഷയത്തിൽ തന്നെ തെറ്റിക്കാൻ പറ്റും. അത് ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലേ. ഒരാളെ നേരിട്ട് മദ്യപാനിയാക്കാനോ നേരിട്ട് തിന്മകൾ ചെയ്യിക്കാനോ കഴിയാത്ത, നേരിട്ട് വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥ ഉള്ള മുസ്ലിമിനെ വളഞ്ഞ വഴിയിലൂടെ മെല്ലങ്ങാൻ തിന്മയിലേക്ക് കൊണ്ടുപോകും. നല്ല നമസ്കാരത്തോട് താല്പര്യമുള്ള ആളാണെങ്കിൽ നമസ്കാരത്തിൽ തന്നെ അവനെ പിടിക്കും. എന്നിട്ട് നമസ്കാരം തന്നെ അങ്ങോട്ട് കുറയാം, പുതിയ നിസ്കാരം 2 ഉണ്ടാക്കി കൊടുത്താൽ കഴിഞ്ഞു, വിദേഹത്ത് ചെയ്ത് നരകത്തിൽ പോയി അല്ലേ. നല്ല തഖ്വയുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യും, ഏതെങ്കിലും വിഷയത്തിൽ നല്ല ദിക്റോ ഇല്ലാത്ത കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലിക്കോ എന്ന് പറഞ്ഞ് അതും പഠിപ്പിച്ചിട്ട് പിശാച് എന്ത് ചെയ്യും, ഇല്ലാത്ത സ്വലാത്തുകളും ദിക്റുകളും ഒക്കെ പഠിപ്പിച്ച് അതുമായി ആത്മാർത്ഥമായി അയാൾ ചെയ്യും. നല്ലതാണെന്ന് വിചാരിച്ച് നരകത്തിലേക്കാണ് പോവുക. നല്ല സൂക്ഷ്മത വേണം. പിശാച് ഏത് വഴിയാണ്, ഏത് രൂപത്തിൽ നമ്മളെ പഴപ്പിക്കാന്ന് പറയാൻ പറ്റില്ല. ഈ ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ് നമ്മൾ വിചാരിക്കരുത്. ഹറാമിനേക്കാൾ ഗൗരവമാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം ഹറാമ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനൊരു ബോധമുണ്ട്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, തിരുത്തണം. ബിദ്അത്ത് ചെയ്യുന്ന ആൾ അതല്ല, അത് ചെയ്തുകൊണ്ടേയിരിക്കണം, നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുക. അതിനേക്കാൾ ഗൗരവമാണ്. തിരിച്ചറിയില്ല. നമ്മൾ പറയാറുണ്ട് അല്ലേ, ചില അസുഖങ്ങൾ, ക്യാൻസർ ഇപ്പോൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് മനസ്സിലായി, രക്ഷപ്പെട്ടു എന്ന് പറയാറുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ കുറേ കഴിഞ്ഞിട്ട് അറിയാം, അപ്പോഴേക്കും പിടുത്തം വിട്ടിട്ടുണ്ടാവും. അതേപോലെയാണ് ബിദ്അത്തിൻ്റെ വിഷയം. തിരുത്താൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അനാചാരങ്ങൾ എന്താ നമ്മൾ മനസ്സിലാക്കണം. അല്ലെ, ഒന്നാമത്തേത് ഷാബാൻ 15 പ്രത്യേകമായുള്ളൊരു നോമ്പാണ്. നമ്മളൊരു ഹദീസ് വായിച്ച് ഷാബാൻ 15 പുറത്തു വരും. അതല്ലാതെ ഒരു നോമ്പുണ്ട് എന്നോ നോമ്പ് മുൻകാലക്കാര അനുഷ്ഠിച്ചതായ ഒന്നും ഹദീസിലില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ പൊതുവെ ആളുകൾ പറഞ്ഞു വരാറുള്ള ഒരു നോമ്പാണിത്. ഷാബാൻ മാസത്തിൽ പൊതുവെ നോമ്പ് പിടിക്കൽ എന്ത് ചെയ്യുക, ആ മാസത്തിൽ ഭൂരിപക്ഷം നോമ്പെടുക്കുക എന്നുള്ള നിലയ്ക്ക്, ഇപ്പോൾ ഷാബാനിൽ നോമ്പെടുക്കാലോ, ആ നിലയ്ക്ക് 15 നോമ്പെടുത്താൽ എന്ത് ചെയ്യില്ല, പ്രശ്നമില്ല. അതേപോലെ എല്ലാ മാസത്തിലും 13, 14, 15 അയ്യാമുൽ ബീദിന്റെ ദിവസം നോമ്പെടുക്കുന്ന ദിവസമാണല്ലോ, 13, 14, 15. ആ നിലയ്ക്ക് ഒരാൾ ഷാബാൻ 15 നോമ്പെടുത്താൽ അതും പ്രശ്നമില്ല. ഇനി അതേപോലെ വേറൊരു നോമ്പ് സുന്നത്തിന് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചര്യ എന്നുള്ള നിലയ്ക്ക് ഒരു ദിവസം നോമ്പ് ഒഴിവാക്കുക, ഒരു ദിവസം നോമ്പെടുക്കുക. ആ നിലയ്ക്ക് ഒരാൾ നോമ്പെടുക്കുമ്പോൾ 15 നോമ്പെടുക്കേണ്ടി വന്ന് അങ്ങനെയാണെങ്കിലും എന്തില്ല, പ്രശ്നമില്ല. ആ നിലക്കൊക്കെയാണ് ഒരാൾ ഷാബാൻ 15 നോമ്പെടുക്കുന്നത് എങ്കിൽ അതിന് തെറ്റില്ല. നേരെ മറിച്ച് അതല്ലാതെ ഷാബാൻ 15 ഒരു പ്രത്യേകതയുണ്ട്, ഒരു ബറാഅത്ത് നോമ്പുണ്ട് എന്ന് വിചാരിക്കുകയും അന്ന് ഒരു പ്രത്യേക പുണ്യമുണ്ട് എന്ന് വിചാരിക്കുകയും അതേപോലെ തന്നെ അന്ന് മറ്റുള്ളവരോട് നോമ്പെടുക്കണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന റിപ്പോർട്ടുകളൊക്കെ കടത്തിക്കൂട്ടിയതാണ്. ഇതാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. രാത്രി നിങ്ങൾ നിസ്കരിക്കുകയും പകൽ നോമ്പെടുക്കുകയും ചെയ്യൂ. ഷാബാൻ 15 പറ്റിയുള്ള ഒരു ഹദീസാണ്. അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇബ്നു മാജയാണ്. അതിൽ മൗദൂ ആയ ഹദീസാണ്. അത് ലൊയീഫ് പോലും അല്ല. ലൊയീഫ് എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ ദുർബലമായതാണ്. മൗദൂ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ച ഹദീസ് എന്നാണ്. അതിനേക്കാൾ ഗുരുതരമായ അത്രയും ഇല്ലാത്ത കള്ള ഹദീസാണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഹദീസുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതാണ് ഒന്നാമത്. രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കണത് ഷാബാൻ 15 രാവിലെ ഒരു സ്വലാത്തിൽ അൽഫിയ ഉണ്ട്. സ്വലാത്തുൽ അൽഫിയ എന്ന് പറഞ്ഞൊരു നമസ്കാരം, പ്രമാണത്തിൻ്റെ പിൻബലമില്ലാത്ത ഒരു നമസ്കാരമാണ്. അതേപോലെ ഷാബാൻ 15 അന്നുള്ള ഒരു 100 റക്അത്തുള്ള നമസ്കാരമുണ്ട്. അതിൽ ഓരോ റക്അത്തിലും 10 വീതം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന പ്രത്യേക നമസ്കാരമാണ്. ചിലർക്കൊന്ന് കേട്ട് പരിചയം പോലും ഉണ്ടാവില്ല.
100 റക്അത്ത് നിസ്കരിക്കണം, ഓരോ റക്അത്തിൽ ഇഖ്ലാസ് തന്നെ പാരായണം ചെയ്യണം. അങ്ങനെയാണ്. അതിനെക്കുറിച്ച് ഇമാം നബവി പറഞ്ഞില്ലേ, ഈ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്. അത് വളരെ മുമ്പ് തന്നെ അദ്ദേഹം ഇതിനെ എതിർത്തുകൊണ്ട് അസ്വലാത്തുൽ മഅറൂഫത്തി ബിസ്വലാത്തുർ റഗായിബ് വഹിയ സിൻത അശ്റത റക്അത തുസല്ല ബൈനൽ മഗ്രിബി വൽ ഇശാ ലൈലത്തൻ അവ്വൽ ജുമുഅത്തി ഫി റജബ് വസ്വലാത്തുൽ ലൈലത്തി നിസ്ഫു ശഅബാൻ മിഅത്തു റക്അത്തിൻ വഹാതാനി സ്വലാത്താനി ബിദ്അത്താനി മുൻകറാനി. ആരാ പറയുന്നത്? ഇമാം നബവിയാണ് പറയുന്നത്. അല്ലേ? സ്വലാത്തു റഗായിബ് എന്നറിയപ്പെടുന്ന ആഗ്രഹ സഫലീകരണ നിസ്കാരം എന്നതിൻ്റെ പേര്. റഗായിബ് പറഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ നടക്കാനുള്ളൊരു നിസ്കാരം. 12 റക്അത്താണ്. റജബ് മാസത്തിലെ ഒരു മഗ്രിബിൻ്റെയും ഇശാവിൻ്റെയും അടക്കം നിസ്കരിക്കുന്ന ഒരു 12 റക്അത്ത് നിസ്കാരം. അതേപോലെ ശഅബാൻ 15-നുള്ള നിസ്കാരം 100 റക്അത്ത് നിസ്കാരം. ഇത് രണ്ടും ബിദഅത്താണെന്ന് അദ്ദേഹം അൽ മജ്മൂ എന്ന് പറയുന്ന ഇമാം നബവിയുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചറിയണം. അറിയാതെ ഒരുപാട് ആളുകൾ ശരിയാണ്, നല്ലതാണ് എന്ന് വിചാരിച്ച് ചെയ്യും. ഇതൊന്നും പഠിപ്പിക്കപ്പെടാത്ത, ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. സഹോദരങ്ങളെ, ഉള്ളത് തന്നെ എത്രയധികം നമുക്ക് ചെയ്യാനുള്ളത്. പിശാച് പക്ഷേ അതിന് നമുക്ക് പ്രോത്സാഹനം തരൂല. അല്ലേ? ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കൂല. ഇല്ലാത്തത് ചെയ്യാനോ ഭയങ്കര സംഭവമായിട്ട് ആഘോഷമായി ചെയ്യും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും. അവിടെയാണ് പിശാചിൻ്റെ വിജയം. അത് ആളുകൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ശഅബാൻ 15-ന്റെ രാവിൽ പ്രത്യേകം സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. ആ 15-ന് അന്ന് യാസീൻ പ്രത്യേകമായി പാരായണം ചെയ്യുക. അതും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്ത ഒരു ഹദീസിൻ്റെ പിൻബലം ഇല്ലാത്ത കാര്യമാണ്. അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, 4-ാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശഅബാൻ 15 ആഘോഷിക്കുക എന്നുള്ളതാണ്. ഒരു ആഘോഷമായി നമ്മുടെ നാട്ടിൽ മാറിയിട്ടുണ്ട്. അതൊരു ആഘോഷമാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടത്. ശരിക്കും മുസ്ലിങ്ങൾ ആഘോഷിക്കേണ്ടത് പ്രധാനമായി 2 ആഘോഷങ്ങൾ, അല്ലെങ്കിൽ 3 നമുക്ക് പറയാം. വെള്ളി ഈദാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച ആഘോഷ ദിവസമായി പരിഗണിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 ദിവസം നമുക്ക് പറയാം. 2 പെരുന്നാൾ ദിവസവും, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും, പിന്നെ വെള്ളിയാഴ്ചയും. അതിലപ്പുറം ഒരു ആഘോഷം, മതപരമായ ഒരു ആഘോഷം എന്നുള്ള നിലയ്ക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ശഅബാൻ 15-ന് മധുരം നൽകലും പ്രത്യേക ഭക്ഷണം പാകം ചെയ്യലും അത് ആഘോഷിക്കലൊക്കെ ബിദ്അത്താണ്. കാരണം മതപരമായി പഠിപ്പിച്ചിട്ടില്ല. നമ്മേക്കാൾ ദീൻ അറിയുന്ന, നമ്മേക്കാൾ ദീനിനെ സ്നേഹിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന സ്വഹാബത്തും മുൻഗാമികളും അങ്ങനെ ഒരു 15-ന് പ്രത്യേകമായി ഒന്നും ചെയ്തത് അറിയില്ല. പിന്നെ നമ്മൾ വിചാരിക്കും, ചില ആളുകൾ പറയും, ആ ചെയ്യുന്നവർ ചെയ്തോട്ടെ, എന്തിനാണ് ഇപ്പോൾ അത് എതിർക്കുന്നത്, ഒരു നല്ല കാര്യം അല്ല. നമ്മളെക്കാൾ ദീനിനോട് താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെ ഒന്നും പരിചയം പോലും ഇല്ല. പിന്നെ എങ്ങനെ ഇത് ദീനാവും എന്നുള്ളത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മറ്റൊന്നുള്ളത്, ആയുസ് വർദ്ധിക്കാനും അപകടങ്ങൾ നീങ്ങാനുമായി പ്രത്യേകം 15-ാം രാവിൽ ഉള്ള ആ 100 റക്അത്ത് നമസ്കാരം എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃക ഇല്ലാത്തതാണ്. ഓരോരുത്തരും എന്ത് ചെയ്യുക, കടത്തിക്കൂട്ടിയ ബിദ്അത്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം പുത്തൻ ആചാരങ്ങളെല്ലാം വെടിഞ്ഞ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്താണോ പഠിപ്പിച്ചത് അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യാൻ മാത്രം ധാരാളക്കണക്കിന് സുന്നത്തുകളെ, ഖുർആൻ പാരായണവും ദിക്റുകളും, രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ, സാന്ദർഭികമായുള്ള പ്രാർത്ഥനകൾ, എത്ര പ്രാർത്ഥനകളാണ്. അതേപോലെ എത്ര നന്മകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ദാനധർമ്മങ്ങൾ, എന്തെല്ലാം നമുക്ക് ചെയ്യാനുള്ള സുന്നത്ത് നോമ്പുകൾ, ഉള്ള സുന്നത്ത് നോമ്പുകൾ, അല്ലേ? ഇതൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ നമ്മൾ മെല്ലെ എന്ത് ചെയ്യും, ഈ ഇല്ലാത്തതിലേക്ക് കൊണ്ടുപോകും. ഇത് ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് തിരിച്ചറിയാൻ നമുക്ക്, ആ ചതിക്കുഴി തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് ഈ കാലത്ത് ഇനി അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങനെ കൂടി അനാചാരങ്ങൾ വർദ്ധിക്കുക ചെയ്യാം. അവസാനമാകുമ്പോഴേക്കും എന്ത് ചെയ്യും, നന്മ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ല, തിരിച്ചറിയാൻ ആളുകൾക്ക് ഉണ്ടാവില്ല. എല്ലാവർക്കും നന്മയോട് വെറുപ്പായിരിക്കും. ഇത്തരം അനാവശ്യ കാര്യങ്ങളോടായിരിക്കും പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഉറച്ചു നിൽക്കാൻ സാധിക്കണം. എന്ത് ത്യാഗം ചെയ്താലും ശരി, നമ്മുടെ പരലോകം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. എന്ത് പ്രയാസം നേരിട്ടാലും ത്യാഗം സഹിച്ചാലും നമ്മുടെ പരലോകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഖബറിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം, നന്നായി ശ്രദ്ധിക്കണം. പുത്തൻ ആചാരങ്ങൾ കടന്നുകൂടുന്നതിനെ ശക്തമായി സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഇത്തരം എല്ലാവിധ ബിദ്അത്തുകളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹിൽ അലീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. ശഅബാൻ കടന്നു വരുമ്പോൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, കഴിഞ്ഞ റമളാനിൽ നമുക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ
നോറ്റ് വീട്ടുക എന്നുള്ളത്. കാരണം ഈ റമദാനിൻ്റെ മുമ്പ് നമ്മൾ കഴിഞ്ഞ റമദാനിലെ നഷ്ടപ്പെട്ട നോമ്പുകൾ, ബാക്കിയുള്ള നോമ്പുകളുണ്ടെങ്കിൽ അത് നോറ്റ് വീട്ടേണ്ടതുണ്ട്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അത്തരത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് പോലും ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. കാന യകൂനു അലയ്യ സൗം മിൻ റമളാൻ ഫമാ അസ്തതിഉ അൻ അഖ്ലിയ ഇല്ലാ ഫി ശഅബാൻ. റമളാനിലുള്ള നോമ്പുകൾ പലപ്പോഴും പല കാരണങ്ങളാൽ എനിക്ക് നോമ്പെടുക്കാൻ സാധിക്കുമായിരുന്നില്ല, ഷാബാനിലാണ് ഞാനത് നോറ്റുവിട്ടിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ശരിക്കും നോമ്പെടുക്കേണ്ടത് റമളാനിൽ ബാക്കിയുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത്. ഇനി പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ എന്ത് ചെയ്യും, തുടർച്ചയായി റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ അത് നോറ്റ് വീട്ടാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നേരിടുകയാണെങ്കിൽ റമദാനിൻ്റെ മുമ്പെങ്കിലും അതെന്ത് ചെയ്യുക, നോറ്റ് വീട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് പല ആളുകൾക്കും പല രീതിയിലുള്ള ഇളവുകളുണ്ട്. അതൊക്കെ വിശദമായി മനസ്സിലാക്കേണ്ടതാണ്. ആരാണ് നോറ്റ് വീട്ടേണ്ടത്, ആരാണ് അത് പ്രായശ്ചിത്തം നൽകേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. അതെന്ത് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സുന്നത്ത് നോമ്പുകൾ പരമാവധി നമ്മൾ അധികരിപ്പിക്കുക, അതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. വിദഗ്ധകൾ കടന്നു വരുന്നതിനെ നമ്മൾ നന്നായി സൂക്ഷിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാനിന് വേണ്ടി മാനസികമായി നല്ലൊരു ഒരുക്കം, നല്ലൊരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയാൽ നമുക്കെന്ത് ചെയ്യും, ഈ പ്രാവശ്യമെങ്കിലും അത് ഗുണം ചെയ്യും. എന്നിട്ട് തിരുത്താനുള്ള ഒരു അവസരമാണ് അള്ളാഹു നൽകിയ ഏറ്റവും നല്ലൊരു അവസരമാണെന്ന് മനസ്സിലാക്കി ജീവിതത്തിലൊരു മാറ്റത്തിനുള്ള അവസരമാക്കി നമ്മൾ കാണാം. ഒരുപാട് ആളുകൾ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിലൊന്നും ഉൾപ്പെടാതെ ഇപ്പോഴും നമുക്ക് അവസരം അള്ളാഹു നൽകിയത് ഒരു അനുഗ്രഹമായി കണ്ടുകൊണ്ട് ഒരു തിരുത്തിന് തയ്യാറാവുക എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഒന്ന്, ബഹുമാന്യനായ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുൻകാല ശക്തമായ സംസ്ഥാന തലത്തിൽ തന്നെ ശക്തനായ പ്രവർത്തകനും നേതാവുമായിരുന്ന ബഹുമാന്യ പണ്ഡിതൻ എം മദനി മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ആ ഒരു വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇന്ന് വൈകുന്നേരം കൊടിയത്തൂർ വെച്ചാണ് ജനാസ നമസ്കാരം. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആദർശ സഹോദരൻ ഒരു ചെറിയ കുട്ടി, 9 മാസം പ്രായമുള്ള ഒരു ചെറിയ കുട്ടി കണ്ണിന് ക്യാൻസർ ബാധിച്ച് വലിയൊരു പ്രയാസത്തിലാണുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അള്ളാഹു മരണപ്പെട്ടു പോയ ബഹുമാനനായ എം മദനിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മയും അദ്ദേഹത്തെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ ക്യാൻസർ ബാധിച്ച ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു അസുഖം ഭേദമാക്കി നൽകുമാറാവട്ടെ. നല്ല ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാനുള്ള സൗഭാഗ്യം അവർക്ക് നൽകുമാറാവട്ടെ. അവരുടെ മാതാപിതാക്കളുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അറിയാതെ ഒരുപാട് തിന്മകൾ ചെയ്തവരാണ് നമ്മൾ. അള്ളാഹു അവൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഭീകരമായ നരകശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ശഅബാൻ മാസത്തിൽ ധാരാളം പുണ്യങ്ങൾ ചെയ്യാനും ധാരാളം നോമ്പെടുക്കാനുമുള്ള ഒരു സന്മനസ്സും തൗഫീഖും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വരുന്ന പരിശുദ്ധ റമളാനിലേക്ക് അള്ളാഹു നമ്മെ എല്ലാവരെയും എത്തിക്കുമാറാവട്ടെ. ആ റമളാനിനെ ഉപയോഗപ്പെടുത്തുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي